ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസ് JS ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും അതിന് നമ്മൾ Node.js പഠിച്ചു കഴിഞ്ഞോ? ഞാനത് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വിശ്വസിക്കില്ല. പക്ഷെ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ Node.js കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അതായത് Node.js A to Z പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്കൊരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാനും ഇവന്റ് എമിറ്റ് ചെയ്യാനും അങ്ങനത്തെ എല്ലാ ബേസിക് കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങളൊരു ബിഗിനർ Node.js ഡെവലപ്പർ ആയി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. പക്ഷേ നമ്മൾ ഇനി എക്സ്പ്രസ് JS കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് Node.jsന്റെ കൂടുതലും അറിവ് കിട്ടുക. കാരണം Node.jsൽ നമുക്ക് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഫീച്ചറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഓരോ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മൾ കുറേ എക്സ്ട്രാ ലൈൻ ഓഫ് കോഡ് എഴുതണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സ്പ്രസ് JS സിമ്പിളാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ Node.js ഡെവലപ്പറും എക്സ്പ്രസ് JS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രെയിംവർക്ക്, ഫോർ എക്സാമ്പിൾ Feather.js, അത് Node.jsന്റെ ഒരു ലൈറ്റ് വെയ്റ്റ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ എക്സ്പ്രസ് JS തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ ഏറ്റവും മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത് എക്സ്പ്രസ് JS ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ടായിരിക്കും Node.js മാത്രമുള്ള ഒരു പ്രൊജക്റ്റ് കാണുന്നത്. അതുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ഫയൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സോക്കറ്റ് കണക്ഷൻ കൂടെ യൂസറിൻ്റെ ഇൻറ്ററാക്ഷൻ നോക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും അത് യൂസ് ചെയ്യുക. പക്ഷേ എക്സ്പ്രസ് JS കണക്ട് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര പവർഫുൾ ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് എക്സ്പ്രസ് JS എന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം എന്താണ് എക്സ്പ്രസ് JS. അപ്പോൾ എക്സ്പ്രസ് JS ഒരു ഫ്രെയിംവർക്ക് ആണല്ലോ, അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമുക്കിവിടെ ഡയറക്റ്റ് കോൺസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം അത് ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ടെർമിനലിൽ വന്നിട്ട് npm install express എന്ന് കൊടുക്കും. ഇത് എൻ്റർ അടിക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ package.jsonൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിപ്പെൻഡൻസിൻ്റെ ഉള്ളിൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് മുമ്പ് നമുക്ക് ഈ നോഡ്മോന് ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറ്റണം. അതെന്തുകൊണ്ടാണ് മാറ്റണത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് മാറ്റാനായി ഫസ്റ്റ് നമുക്കത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ npm uninstall നോഡ്മോൻ ചെയ്യും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോഡ്മോൻ പോയി, കാരണം നമ്മളത് അൺഇൻസ്റ്റാൾ ആണ് ചെയ്തത്. ഇനി അത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ npm install നോഡ്മോൻ, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ -D എന്ന് അടിക്കും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു ട്യൂട്ടോറിയൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്താണ് ഈ -D. അപ്പോൾ ഇത് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് നമുക്ക്. ഒന്ന് നമുക്കുള്ളത് -save ഉണ്ട്, പിന്നെ ഒന്ന് നമുക്കുള്ളത് -save-dev ഉണ്ട്. അപ്പോൾ ഇതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് ഇത് -D ക്യാപിറ്റലിൽ എഴുതുന്നത്. ഇതിപ്പോൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് എൻ്റർ അടിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ നോക്കി കാണാൻ പറ്റും ഡെവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ട് വേറൊരു ആട്രിബ്യൂട്ടും കൂടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നോഡ്മോൻ ഉള്ളത്, ഡിപ്പെൻഡൻസിൻ്റെ ഉള്ളിലല്ല. അപ്പോൾ എന്താണ് ഈ ഡെവ് ഡിപ്പെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ പ്രൊജക്റ്റ് നിങ്ങൾ ലൈവിലേക്ക് ഇടണം. അപ്പോൾ ലൈവിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഈ നോഡ്മോൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കാരണം നോഡ്മോൻ ഉള്ളത് നമ്മളെ ലോക്കലിൽ ഫയൽ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സെർവറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ ഈ കോഡ് റൺ ചെയ്യണമെന്നില്ല, ഒറ്റ പ്രാവശ്യം നമ്മൾ റൺ ചെയ്യണം. അത് സെർവറിൽ ഇട്ടാൽ സെർവർ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ പ്ലഗിൻസ് ഒക്കെ നമുക്ക് വെറുതെ ലൈവിൽ ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഡെവ് ഡിപ്പെൻഡൻസിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യുമ്പോൾ ഇതൊന്നും എടുക്കില്ല. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യും. നമ്മൾ സാധാരണ ഗിറ്റ് ഇഗ്നോർ ചെയ്യണ പോലെ ഇതൊക്കെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇതൊന്നും പെടില്ല. ഡെവ് ഡിപ്പെൻഡൻസിനുള്ളിൽ എന്താണുള്ളത് അതൊന്നും പെടില്ല. അപ്പോൾ അതൊക്കെ ലോക്കലിൽ മാത്രമായിരിക്കും റൺ ആവുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആലോചിക്കണം ഇത് ലോക്കലിൽ മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ആണെങ്കിൽ ഡെവ് ഡിപ്പെൻഡൻസിനുള്ളിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഡിപ്പെൻഡൻസിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ ഡയറക്റ്റ് npm install പാക്കേജിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് ഡിപ്പെൻഡൻസിൻ്റെ ഉള്ളിലാണ് പോവുക. പക്ഷെ നിങ്ങൾ -D കൊടുത്താലാണത് ഡെവ് ഡിപ്പെൻഡൻസിൻ്റെ ഉള്ളിൽ പോവുക. അപ്പോൾ ഇപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ package.json ക്ലോസ് ചെയ്യാം. ഞാൻ ഒന്നും കൂടിയും പറയേണ്ടത്, നിങ്ങളിപ്പോൾ Node.jsന്റെ 3 പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കാണുക. കാരണം Node.js അറിയില്ലെങ്കിൽ എക്സ്പ്രസ് JS നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ 3 ട്യൂട്ടോറിയൽ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പക്ഷേ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വെബ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ചാനലിൽ പോയിട്ട് വീഡിയോ ടാബ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്താൽ ഫസ്റ്റത്തെ വീഡിയോ മുതൽ കണ്ടാൽ മതി. അതിൽ ഞാൻ വെബ് ഡെവലപ്മെന്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. HTML, CSS, JavaScript മുതൽ എല്ലാതും ബേസിക് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ Node.jsന്റെ ട്യൂട്ടോറിയൽ എത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് ഡെവലപ്പർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അത് ആദ്യം പോയി കാണുക. പക്ഷേ നിങ്ങളിപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്പർ ആണ്, നിങ്ങൾക്ക് Node.js പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എൻ്റെ JavaScriptന്റെ കോഴ്സ് പോയി കാണുക. എന്നാലാണ് Node.js നിങ്ങൾക്ക് എളുപ്പമാവുള്ളൂ. കാരണം ഞാൻ JavaScriptലെ എല്ലാ മെത്തേഡ്സും ഡീപ്പായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ആ സെയിം മെത്തേഡ്സ് ആണ് Node.jsൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ JavaScriptന്റെ കോഴ്സ് ആദ്യം പോയി കാണുക. ഇനി നമുക്കിത് എക്സ്പ്രസ് JS എഴുതി തുടങ്ങാം. പക്ഷേ എക്സ്പ്രസ് പഠിപ്പിക്കാണ്ട് മുമ്പ് നമുക്ക് ഞാൻ മോഡ്യൂൾസ് പഠിപ്പിച്ചു തരാം. അതായത് നമ്മൾ സാധാരണ JavaScript അല്ലെങ്കിൽ റിയാക്റ്റിലൊക്കെ എക്സ്പോർട്ടും ഇമ്പോർട്ട് ചെയ്യുമല്ലോ. അതായത് ഒരു കോഡ് വേറെ ഫയൽ ചെയ്തിട്ട് അത് നമുക്ക് വേറെ ഏതെങ്കിലും ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതെങ്ങനെ നമ്മൾ Node.jsൽ ചെയ്യാൻ ആദ്യം നമുക്ക് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് എക്സ്പ്രസ്സിൽ വരാം. എനിക്കറിയാം നിങ്ങൾ ഓൾറെഡി എക്സ്പ്രസ് പഠിക്കാൻ വേണ്ടി വെയിറ്റ് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാ ബേസിക്സ് ആണ് നമ്മൾ കവർ ചെയ്ത്. അപ്പോൾ അതിനായി നമുക്ക് ജസ്റ്റ് ഒരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ utils എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഈ utils-നുള്ളിൽ ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വേണം, ഒരു വേരിയബിളും വേണം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ സാധാരണ ആരോ ഫംഗ്ഷൻ കൊണ്ട് എഴുതുന്ന പോലെ നമുക്കിവിടെ logger is equal to arrow function
ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 2 into 5 റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷൻ മാത്രം റിട്ടേൺ ചെയ്ത് എങ്ങനെ നമുക്ക് കോൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ നോർമലി ജാവാസ്ക്രിപ്റ്റിന്റെ മോഡ്യൂൾ JSൽ അല്ലെങ്കിൽ റിയാക്റ്റിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ESXന്റെ സിൻടാക്സ് വെച്ച് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എക്സ്പോർട്ട് ഡിഫോൾട്ട് ആണെങ്കിൽ നമ്മളിവിടെ എക്സ്പോർട്ട് ഡിഫോൾട്ട് ഇങ്ങനെ കൊടുക്കും. പക്ഷേ Node.jsൽ അത് ഡിഫറൻ്റ് ആണ്. കാരണം Node.jsൽ എല്ലാ ESXന്റെ സിൻടാക്സുകളൊന്നും അവർ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അതിപ്പോൾ അടുത്ത് വരുന്നുള്ള എവിടെ ഞാൻ വായിച്ചു കേട്ടു, പക്ഷെ അത് എപ്പോഴാണ് വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ Node.jsൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മോഡ്യൂൾ എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കും. ഇവിടെ നമ്മൾ .exports എന്ന് വിളിക്കും. അതിനുശേഷം നമുക്ക് ഏതാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ അതിന് പേര് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ =logger എന്ന് എഴുതും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളെ ഈ ഫംഗ്ഷൻ ഇപ്പോൾ ഏത് ഫയലിനും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാനായി നമുക്കിത് സേവ് ചെയ്തതിനു ശേഷം script.js വന്നിട്ട് ഇവിടെ നമുക്കത് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഇമ്പോർട്ട് ചെയ്യണ പോലെ ചെയ്താൽ വർക്കാവില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ സാധാരണ റിക്വയർ ചെയ്യണ പോലെ const logger, ഈ ലോഗർ എന്ന് ഉള്ള ജസ്റ്റ് ഒരു വേരിയബിൾ നെയിമാണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, =require // കാരണം സെയിം പാത്ത് ആയതുകൊണ്ട് നമുക്ക് ./ ഇട്ട് വിളിക്കാം. utils എന്ന് വിളിക്കാം. .js വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി അതിനറിയാത് JS ഫയലാണെന്ന്. നമ്മളിവിടെ വന്നിട്ട് console.logനുള്ളിൽ ലോഗർ എന്ന് എഴുതാം. ആ ലോഗർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റും ഇടാം. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ ഇവിടെ npm run dev എന്നാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ NodeMon ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് npm run dev കൊടുത്താൽ മതി. ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10 കാണാൻ പറ്റും. അപ്പോൾ അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള 2 into 5. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്കായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ Node.jsലൊരു ഫംഗ്ഷൻ വേറൊരു ഫയലിലേക്ക് പാസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യണ പോലെ ഇതിൽ module.exportsഉം ഇതിൽ റിക്വയറുമാണ്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു വേരിയബിൾ സെൻഡ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ const my name debug media. ഇനിയിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്യണ പോലെ നമുക്ക് ഇവിടെ വേറെ ഒന്നും കൂടി ഇട്ടിട്ട് ഇവിടെ my name ഇടാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല Node.jsൽ. അപ്പോൾ Node.jsൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം റിമൂവ് ചെയ്തിട്ട് ഈ ലോഗർ എടുത്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനുള്ളിൽ പാസ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ കോമ ഇട്ടിട്ട് my name എന്ന് കൊടുക്കും. അപ്പോൾ ഈ കേസിലാവുമ്പോൾ നമുക്ക് രണ്ടും അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോളിനിട്ടിട്ട് ലോഗർ എന്ന് എഴുതിയതിനു ശേഷം ഈ ലോഗർ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ലോഗർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് my name വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പക്ഷേ കോളിന് ശേഷമുള്ളത് ആ ശരിക്കുള്ള പേരായിരിക്കണം. കാരണം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനുള്ള ഒരു എബിലിറ്റി Node.js തരുന്നുണ്ട്. പക്ഷേ ഈ പേരെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ പേരും വേരിയബിളിൻ്റെ നെയിമും ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത് ഇപ്പോൾ സേവ് ചെയ്തിട്ട് ഞാനിവിടെ പോയതിനു ശേഷം ഈ ലോഗറിൻ്റെ പകരം ഞാനിപ്പോൾ വാല്യൂ എന്ന് ഇടണം. ഈ വാല്യൂ ഞാൻ കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ലോഗർ ഫംഗ്ഷനും ഉണ്ട്, my name വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും നമ്മൾ പുതിയ ഇട്ട പേരാണ്, പക്ഷേ ഈ പേരല്ല, അത് നമ്മൾ കസ്റ്റം പേരാണ്. അപ്പോൾ ഇത് ഞാൻ വിളിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് value.my വേരിയബിൾ നെയിം എന്ന് വിളിച്ചാൽ നമുക്കിപ്പോൾ ആ വാല്യൂ കാണാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഡയറക്റ്റ് പേര് കൊടുക്കാനുള്ള കാര്യം, അതായത് കോമറ്റ് കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ESന്റെ മെത്തഡാണ്. ഇത് ഞാൻ ജാവാസ്ക്രിപ്റ്റിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേര് അല്ലെങ്കിൽ വേരിയബിളിൻ്റെ നെയിം ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ അത് ചുരുക്കി പറഞ്ഞാൽ ലോഗർ ഈ ഒരു വഴിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ലോഗറിന് എഴുതുന്നത്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ നമ്മൾ പേരൊന്നും ചേഞ്ച് വരുത്തണില്ല, നമുക്ക് ആ പേരിൽ തന്നെ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലോഗർ ഇടേണ്ട ആവശ്യമില്ല, അതിന് പകരം ഡയറക്റ്റ് നമുക്ക് ലോഗർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ES തരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാല്യൂ കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ അവിടെ കൊടുത്ത സെയിം പേരാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ലോഗറും my name ഇങ്ങനെ വിളിക്കേണ്ട, ഇത് value.logger അങ്ങനെ വിളിക്കേണ്ട, നിങ്ങൾക്കിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ റിയാക്ട് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ചെയ്യണ പോലെ നമുക്കിവിടെ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഇതിനുള്ളിൽ വിളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലോഗർ പുള്ളി ചെയ്യാം. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഫയലിനുള്ളിൽ നിന്ന് നമ്മൾ അതിനുള്ളിലത്തെ എല്ലാ മെത്തേഡും ഡീസ്ട്രക്ചർ ചെയ്യണം. നമുക്ക് ലോഗർ ഇടാം, കോമ ഇട്ടിട്ട് നമുക്കിവിടെ my name എന്ന് വിടാം. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ മെത്തേഡൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആ മെത്തേഡും വിളിക്കാം, ഇവിടെ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് my name വിളിക്കാം. ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 10 കിട്ടും, ഡീബഗ് മീഡിയ ഒന്നും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേറൊരു ഫയൽ ചെയ്തിട്ട് അവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ ഒരിക്കലും എല്ലാ കാര്യം കൂടി ഒരു ഫയൽ എഴുതില്ല, നമ്മളെല്ലാതും സെപ്പറേറ്റ് ഫയൽ ചെയ്തിട്ടായിരിക്കും അത് നമ്മൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇത്രയും നീണ്ടതുകൊണ്ട് ഞാൻ Express.js ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഹൈപ്പായിരിക്കണത്. പക്ഷേ അപ്പോൾ നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് Express.js പഠിക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കണ്ടിഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലും യൂട്യൂബിനായിട്ട് ചെറിയൊരു പ്രശ്നത്തിലാണ്. അത് നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓൾറെഡി എന്താണ് ഇഷ്യൂ എന്ന്. അത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് സോൾവ് ആയില്ലെങ്കിൽ യൂട്യൂബിൻ്റെ എനിക്കൊരു സപ്പോർട്ടും കിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.